ഇപ്പം ഒരു സോഷ്യൽ മീഡിയയിൽ മൊത്തം ഒരു സംസാര വിഷയമാണ് ബീഫ്. കേരള സ്റ്റോറി 2 ബീഫ് പരാമർശിക്കുന്ന ഒരു സംഭവം ഭയങ്കര വിവാദമാകുന്നുണ്ട്. മതങ്ങളെ തമ്മിൽ തമ്മിയടിപ്പിക്കുന്ന രീതി വരെ ആകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിൻ്റെ എന്താണ് അഭിപ്രായം? ഒന്നാമത്തെ നിങ്ങൾ ഈ മതം എന്ന് പറയുന്ന സംസാരം തന്നെ ആദ്യം നിർത്തുക. ഇതിവിടെ ആർക്കാണ് ഈ മതം കൊണ്ടുള്ള ഉപകാരം? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ഇതിൽ ബീഫ് കഴിക്കേണ്ടവൻ കഴിച്ചോട്ടെ, കഴിക്കേണ്ടാത്തവൻ കഴിക്കണ്ട. പിന്നെ ഇത് ഒരു മതത്തിൻ്റെ പേരിലെന്നുള്ള പറയാൻ പറ്റില്ല. ഒരാളെ ഒരു ഫോഴ്സ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല ട്രെയിലർ എന്താണെന്നുള്ളതൊന്നും. പക്ഷെ എന്ത് തന്നെയാണ് ശരി, ഈ മതം പറഞ്ഞിട്ടുള്ള മതിയാക്കിക്കൂടെ ഇനി ഇത് നിങ്ങൾ നമ്മളെ രാഷ്ട്രീയക്കാരോട് പറയാം. പക്ഷേ ആ ട്രെയിലറിൻ്റെ അകത്ത് പോലും ഒരു മുസ്ലിം വേഷം ധരിച്ച സ്ത്രീകൾ ഒരു പെൺകുട്ടിയെ കൊണ്ട് ബീഫ് നീ കഴിക്കുക എന്ന് പറഞ്ഞ് കുത്തിക്കയറ്റുന്ന. അപ്പോൾ ആ സിനിമയിൽ കാണിക്കുന്നത് മുസ്ലിം ആൾക്കാർ ഒരു ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നത്. അതൊരു മതത്തെ വ്രണപ്പെടുത്തുന്ന ഒരു രീതിയാണല്ലോ. അതാണ് സാറൊരു ഡയറക്ടറാണ്, അപ്പോൾ സാറിന് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല, ഒരാളെയും മിസ്ഗൈഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പടം നടന്ന സമയത്ത് ഏപ്രിൽ 23 കാലത്ത് ഞാനൊരു ന്യൂസ് ചാനലിൽ കൊടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇവിടെ വന്ന് മതം ചോദിച്ചുകൊണ്ട് കൊന്നിരിക്കുന്നത് അത് പാകിസ്ഥാനിലെ വല്ല മുസ്ലിംസ് ഇവിടെ വന്നിട്ട് ഹിന്ദുക്കളെ കൊന്നതല്ലാതെ ഇവിടെയുള്ള ഹിന്ദുവിനെയും മുസ്ലിമിനെയും അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പണി. അത് ചെയ്യുന്നത് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ട് ചെയ്താലും ശരി, ഇവിടെ നിന്ന് ചെയ്താലും ശരി. കാരണം ഞാൻ എപ്പോഴും നിന്ദിക്കുകയുള്ളൂ. അങ്ങനെ സംഭവം ചെയ്യരുത്. ചെയ്യുന്നതിൽ എനിക്കൊരു താല്പര്യമില്ല. ഞാൻ ആസ് എ ഫിലിം മേക്കർ ഞാൻ മതസൗഹാർദ്ദമാണ് കാണിച്ചിട്ടുള്ളത്. അത് പിക്കറ്റ് 43 അടക്കം ഒരു ഇന്ത്യ പാകിസ്ഥാൻ സൂർബന്ധമാണ് ഞാൻ കാണിച്ചത്. അങ്ങനെയൊരു വ്യക്തിയോട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതൊക്കെ പുച്ഛമാണ്. ഐ വിൽ നോട്ട് ഡു ഇറ്റ്. ഇലക്ഷൻ വരാറായിരിക്കുന്ന സമയത്ത് ഒരു സെലിബ്രിറ്റി, ഒരു ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാർ, പുള്ളിക്കാരൻ ഇത്രയും നാളും കോൺഗ്രസ് പാർട്ടീനെ അനുകൂലിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പം പല രീതിയിലും പല കഥകളും പറയുന്നുണ്ട്. കോൺഗ്രസ് സീറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് NDAയിലേക്ക് കയറിയെന്നും അങ്ങനെ പല കഥകൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഉറച്ചു നിൽക്കാത്ത ഒരാൾ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിയാകുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയപരമായിട്ട് പലർക്കും പല ചിന്തകളുമാണ്. ഞാൻ പല സ്ഥലങ്ങളിലും എന്നും ഞാൻ ഒരു രാഷ്ട്രവാദിയായിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിനിടയ്ക്ക് പോലും പലപ്പോഴും ഇവിടെ മിസ്ഗൈഡ് ചെയ്യാനുള്ള പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ അത് അഖിൽ മാരാറിൻ്റെ കേസിൽ എനിക്കത് അറിയില്ല. 2020 വന്നിരിക്കുന്നത്. സീറ്റ് കിട്ടാഞ്ഞിട്ടാണോ കിട്ടിയില്ല എന്നുള്ളത്, അതോ അഖിലിൻ്റെ ഒരു സ്റ്റാൻഡ് എങ്ങനെയെന്നുള്ളത് അത് അഖിലിനോട് തന്നെ ചോദിക്കണം. ബിക്കോസ് എനിക്കതിനകത്ത് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് വാട്ട് പാർട്ടി ഈ ഗോസ്, അല്ലെങ്കിൽ ഞാൻ ഏത് പാർട്ടിയിൽ എൻ്റെ പാർട്ടിയിലേക്ക് വരണമെന്നുണ്ടോ, അത് അഖിലിൻ്റേതായിട്ടുള്ള ചിന്താഗതി. അതിനാണ് നോ കമൻറ്റ്സ്. താങ്ക് യു.